എന്നാ അമ്മ പരിപാടി ഇന്ന്? ഇന്ന് ഉം. ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാൻ പോവാണ്. എന്താണ്? എന്തായിരിക്കും? എന്തായിരിക്കും? ഇതെന്നാ മാവിൻ്റെ അകത്ത് സവോള അരിഞ്ഞിരുന്നു? അതിനകത്ത് സവോള അരിയുന്നത് ഇത് നമ്മുടെ ആ രാവിലത്തെ ദോശമാവാണ്. ആ അതിനകത്തോട്ട് നമ്മളിപ്പോൾ അരിയാൻ പോകുന്നത് സവോള. സവോള. ഉം. സവോളയും പച്ചമുളകും ഒക്കെ അരിഞ്ഞിട്ട് ആ നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടിക്കകത്ത് നമ്മൾ ഉം. ഉണ്ടാക്കിയെടുക്കുമായിരുന്നു ഒരു പലഹാരം. ആ ആ 4 മണിക്കൊന്നും കഴിച്ചില്ലല്ലോ? ഇല്ല. അപ്പം ചായയുടെ കൂട്ടത്തിൽ നമുക്ക് കഴിക്കാൻ. ഓക്കേ. വിശക്കുന്നുണ്ടോ? ഉണ്ട്. ഇന്നെന്നാ വന്നപ്പോഴേ വിശക്കുന്നൊന്നും പറയാഞ്ഞേ? ഇന്ന് നല്ലപോലെ വിശക്കുന്നുണ്ട്, പക്ഷെ പറയാൻ മറന്നുപോയി. അല്ലെങ്കിൽ എന്നതാന്ന് ചോദിച്ചായിരുന്നല്ലോ കയറി ഓടി വരുന്നത്. ഇത് മാത്രം അരിയുന്നുള്ളൂ. ഇതും പച്ചമുളകും കൂടെ. സാധാരണ ഇതിനകത്ത് കരിയാപ്പിലയും ഇഞ്ചിയും പച്ചക്കറിയൊക്കെ ഇട്ടാലും കുഴപ്പമില്ല, ക്യാരറ്റൊക്കെ. പിന്നെ ഇഞ്ചി ഒന്നും ഇടുന്നത് നിനക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് നമുക്ക് സവോളയും പച്ചമുളകും മാത്രം ഇടാം. ഓക്കെ, അരിഞ്ഞിട്ടോളൂ. കഴിഞ്ഞില്ലേ അമ്മ ഇളക്കി? സവോളയും പച്ചമുളകും ഒക്കെ അരിഞ്ഞിട്ടേ നീ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇത്തിരി വലിയൊരു പാത്രം വേണമായിരുന്നെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. ശരിയാ, ഞാൻ ഇന്ന് തമിഴ്നാട്ടിൽ നിന്ന് വെച്ച കടലയൊക്കെ തിന്നോണ്ടിരിക്കുവായിരുന്നു. ഇതന്നെ ചട്ടി വെച്ച് ചൂടാകാൻ വെച്ചേ. നമുക്ക് ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ചട്ടി നല്ലപോലെ ചൂടാകട്ടെ. ഓക്കെ. നമ്മുടെ ചട്ടിയൊക്കെ ചൂടായെന്ന് തോന്നുന്നേ. നമുക്കിനി മാവ് കോരി ഒഴിക്കാവേ. മാവ് ഒഴിക്കുമ്പം സവോള എല്ലാം കൂടെ കൂട്ടി വേണം. ഓരോ സവോള കാണണമല്ലേ? അല്ലെങ്കിലേ സവോള എല്ലാം ചിലപ്പോൾ അടിയിൽ പോയി കിടക്കും, അടിഞ്ഞേ. നമുക്ക് ഒഴിച്ചു കൊടുക്കാം. തീ കുറച്ച് വെച്ചേക്കാം, അത് വേവണം ഇച്ചിരി നേരം. മാവ് കൂടിപ്പോയി ഒഴിച്ചത്. എല്ലാം ഒഴിച്ചെടുക്കാല്ലേ? ഈ മാവെല്ലാം ഒഴിച്ചേ ഇതൊന്ന് മൂടി വെക്കാം. ഇച്ചിരി നേരം വേണമല്ലോ, അത് വേകണമല്ലോ അതിൻ്റെ അകത്തെ മാവേ. എത്ര നേരം മാക്സിമം? അത് നമുക്ക് ഇച്ചിരി കഴിയുമ്പോൾ തുറന്ന് നോക്കാം. കടല കഴിച്ചാണ് ഞാനിപ്പോൾ വിശപ്പടക്കുന്നത്. കടല കഴിച്ചോ? ചായം കൂടി ഇട്ടാലോ? ചായ വെക്കാം നമുക്കേ. ഇത് വേകുമ്പോഴേക്കും ഇതിന് വേണേ ഒരു ചെറിയ മുളക് ചാലിച്ച ചമ്മന്തി ഉണ്ടാക്കാം. അത് ലാസ്റ്റ് ട്രിപ്പ് ആകുമ്പോഴത്തേക്കും എടുക്കാം. മതിയോ? നേരത്തെ തണുത്തു പോവോ? ഇല്ലില്ല, കാസ്ട്രോളി വെക്കാം. മറിച്ചിടാറായോ അമ്മേ? മറിച്ചിടാറായി. നമുക്കൊന്ന് മറിച്ചിടാറേ. ഇനി ഇത് വെന്ത് വരുമ്പോഴത്തേനും കുഞ്ഞി കടല തിന്ന് വയറ് നിറയ്ക്കുവോ? ഇല്ലില്ല, ഇതിനുള്ള സൈസ് ബാക്കി ഇട്ടിട്ട് കടന്നു. തൊടുമ്പോഴേ ഇനി മറിഞ്ഞു പോരുവേ. നല്ല സ്മൂത്തല്ലേ? എണ്ണ ഒന്നും ഒഴിക്കണ്ടായിരുന്നോ? എണ്ണ ശക്കലം തൂത്ത് കൊടുക്കും ഇതേലെ. ഞാൻ ഇത്ര സ്മൂത്തായിട്ട് വരുന്നു. എണ്ണ ഒത്തിരി ഒഴിക്കുമല്ല, ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുക്കത്തേ ഉള്ളൂ. ഇനി ഇത് വീണ്ടും മൂടി വെക്കുമോ? ഇനി ഇത് മൂടി വെച്ചാൽ ഈ ഒരു സൈഡും കൂടെ ഇപ്പുറത്തെ സൈഡും കൂടെ വേട്ടെ. ഓക്കെ. ആയിട്ടുണ്ട്, നമുക്ക് എടുക്കാവേ. ഓക്കെ. ഉണ്ണിയപ്പത്തിൻ്റെ ഷേപ്പും അല്ലേ? മാവും ദോശമാവും. ഒരെണ്ണം തിന്ന് നോക്കട്ടെ. ചൂടാണേ, തണുത്തിട്ട് ഒരെണ്ണം തിന്ന് നോക്കാവേ. ചൂടാറിയിട്ടേ ബാക്കിയെല്ലാം റെഡിയാക്കി എടുക്കുമല്ലേ? കൂടെ ചുട്ടെടുത്ത് ചമ്മന്തി ഉണ്ടാക്കണം, ചായ ഉണ്ടാക്കണം. ഓക്കെ. എന്താ അമ്മയെല്ലാം? അത്രയും വെന്തില്ല. ലാസ്റ്റ് ട്രിപ്പാണ് വെച്ചിരിക്കുന്നതിന് നമുക്ക് അതിനുള്ള ഒരു ചെറിയ ചമ്മന്തിയും കൂടെ റെഡിയാക്കി എടുക്കാം. അതിനെന്താണ് ഫസ്റ്റ് പരിപാടി? ഫസ്റ്റ് പരിപാടി ഇതിലോട്ട് കുറച്ച് മുളക് പൊടി ഇടാമോ? ഞാൻ ഇടണോ? അങ്ങോട്ട് ഇട്. ഞാനിടാം. എൻ്റെ പൂച്ച കയറിക്കൊണ്ട് വരുന്നു. പൂച്ച ഭയങ്കര ഉറക്കം വരുന്നേ. ഉച്ചയ്ക്ക് ചോറുണ്ടില്ല, ആണ് കാറുന്നത്. മുളക് പൊടി, മഞ്ഞപ്പൊടി, എപ്പോഴും കേട്ട് അങ്ങനെ വരുന്നു. മുളക് പൊടിയുടെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടിയും വരും അല്ലേ? അതിലേക്ക് നമുക്ക് വിനാഗിരി ഇടുന്നില്ലേ? വിനാഗിരി വേണ്ട, വെളിച്ചെണ്ണ ഒഴിക്കുക, അതാണ് നല്ലത്. അതിലേക്ക് നമുക്ക് ഉപ്പൊഴിച്ചിട്ട് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുക. വിനാഗിരി ഇല്ല, ഇരിപ്പുണ്ട്. നീ വെളിച്ചെണ്ണ ഒഴിക്കുമോ? വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ടങ്ങ് ചാലിച്ചെടുക്കാം. ഓക്കെ. വെളിച്ചെണ്ണ ഒഴിക്കലാണ് നമ്മുടെ ടാസ്ക് വരുന്നത്.
കുറച്ചുണ്ട് ഒരുക്കിയത്. ആളെ വിളിക്കുന്നു കുഞ്ഞി. ഇനി നല്ലപോലെ കൈവച്ച് ഇളക്കി മിക്സ് മിക്സ് ചെയ്തു. ആക്കി എടുത്ത് അതും കൂടെ ചേർത്ത് ചായ ഇട്ട് കഴിച്ചേക്കാം. കൊട നനയ്ക്കാതിരിക്കാൻ നോക്കിക്കേ. പിന്നെന്തിനാ കൊട കൊണ്ടുവന്നേ? അതിന്റെ അകത്ത് കൊട ഇരിപ്പുണ്ട്. കൊട നനയ്ക്കാതിരിക്കാൻ ബാഗ് നനച്ചോണ്ട് വരുന്നുണ്ട്. അതെ. കോളേജ് കുമാരൻ എങ്ങനെ ഉണ്ടായിരുന്നു കോളേജ്? പുതിയ കൂട്ടുകാരെയൊക്കെ കിട്ടിയോ? ഇന്ന് 4 മണിക്ക് നിങ്ങൾ രണ്ടുപേരും ഉള്ളോ പഴയവരെ? വേറെ ഉണ്ടോ? നിങ്ങളുടെ ക്ലാസ് നിങ്ങൾ രണ്ടും ഉള്ളോ? നനച്ചോ? ബാഗ് നനഞ്ഞോ? എടുത്ത് ദൂരെ കളഞ്ഞ് ഞങ്ങള് കണ്ട് രാവിലെ എല്ലാം എടുത്തു വെച്ചോളൂ. ചായ വായോ? ചായ തിളച്ചു. മുളകൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അച്ചയ്ക്ക് വെക്കുന്നില്ലേ അമ്മേ? ഉച്ചക്ക് തിരികട്ടെ. ഏതാ 4 അത് നിറച്ചങ്ങ് പോയി. ഇത്ര മതി. ചായ ചേട്ടാച്ചനെ ചായക്ക് മധുരം ഇടണോ? ജിമ്മി പോകുന്നുണ്ടോ? ജിമ്മിലൊന്നും വിടണ്ട കേട്ടോ. 4 മണിക്ക് വന്ന് ഇപ്പൊ 5:30 ആയില്ലേ. ഇനി വന്നേരെ പോകും. പിന്നെ വൈകിട്ട് എപ്പോഴാ വന്ന് പഠിക്കാനുള്ളത്? കഴിച്ചു നോക്കിയാലോ? കഴിച്ചു നോക്കൂ. അച്ഛൻ വന്നില്ലേ? ഓള് നമുക്ക് കഴിക്കാം അല്ലേ? അച്ഛക്കെല്ലാം എടുത്ത് വെച്ചില്ലേ? കുഞ്ഞു മുളക് കുറച്ച് കഴിച്ചാൽ മതി കേട്ടോ. കുഞ്ഞു മുളകിനകത്തങ്ങ് മുക്കും. മുളക് ഒരുപാട് തിന്നാ മോനെ വയറ്റിൽ അസുഖം ഉണ്ടാകും. ദോശയും മുളകും പോലെയുണ്ട്. നല്ലതല്ലേ? പിന്നെ ഈടാ ദോശ വറുത്ത പോലെ ഒന്നും അല്ലേ. നല്ല സ്പോഞ്ച് പോലല്ലേ ഇരിക്കുന്നേ? അതിന് ഇഡലി അല്ലല്ലോ. ഇഡലി ആവിയിൽ പുഴുങ്ങുന്നതാടേ. ഇതോ ആവിയിലല്ല. എണ്ണയ്ക്കകത്തെന്ന് പറയാൻ പറ്റത്തില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് തൂക്കത്തേ ഉള്ളൂ. ദോശയൊക്കെ ചുടാൻ തൂക്കത്തില്ലേ അതുപോലെ. നമ്മളെ മുളക് വിട്ടൊരു പിടിയില്ലല്ലേ? മുളക് വെച്ചിട്ടവിടെ എണ്ണ ഒഴിക്കണം. ഭയങ്കര തിക്നെസ് ആയിപ്പോയി. ആ എണ്ണ ഒഴിച്ചാലുവേ ഉറഞ്ഞുറഞ്ഞ് പെട്ടെന്ന് പോവല്ലേ. കുറച്ച് ഒഴിച്ചോ. രാവിലെ ഇഡലിയും ദോശയൊക്കെ ഉണ്ടാക്കിയിട്ടെ വൈകുന്നേരം വരുമ്പോ അത് തന്നെ വന്നു കഴിയുമ്പോ കഴിക്കാൻ വലിയ മടിയല്ലേ. ഇതാകുമ്പോ ആ മാവ് തന്നെ മതി താനും. വയറ് നിറയെ കഴിക്കാനുള്ളൊരു ഫുഡ് പാകും. ഉള്ളിയും മുളകും ഒക്കെ അരിഞ്ഞിട്ട് ഞാൻ തന്നെ വേണേലും അരിഞ്ഞിടാം. ക്യാരറ്റോ മല്ലിയില. അയ്യോ ഇച്ചിരി മല്ലിയില ഇടായിരുന്നല്ലേ. ഇഞ്ചിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്ത. ഇഞ്ചി ഇട്ടാ നല്ല ടേസ്റ്റ്. ഇഞ്ചിയും പച്ചമുളകും ഇതുപോലെ അരിഞ്ഞിട്ട് ഇഡലി ഉണ്ടാക്കിയാലും പച്ചമുളകും ഇഞ്ചി കരിയാപ്പലേ ഇഡലി മാവിനകത്ത്. നല്ല സാധനം. ചൂട് പോയ നമുക്കും കഴിച്ച് ചായയും കുടിക്ക്. 4 മണിക്ക് ഉണ്ടാക്കിയേ പലഹാരം ഒന്ന് കഴിച്ചു നോക്കിയേ. ഇതല്ലേ എന്തോ ദോശമാവാണോ? ആണോ? രാവിലെ ദോശ കൊടുത്തിട്ടേ 4 മണിക്ക് വരുമ്പോ കൂടെ ദോശ കൊടുത്താല് വലിയ പിടുത്തമൊന്നുമില്ല. അതുകൊണ്ട് പുതിയ പുതിയ പലഹാരങ്ങൾ കണ്ടുപിടിച്ചോണ്ടിരിക്കുക. ആ മാവ് വെച്ച് തന്നെ പച്ചമുളകും ലേശം ഉപ്പ് കുറവാണോ കൂടുതലുണ്ടോ എന്നൊരു സംശയം. കൂടുതലാണോ? ഞാനത് കുറവാണോ? ഞങ്ങളാരും തിന്നിട്ട് കൂടുതൽ തോന്നിയില്ലല്ലോ അല്ലേ? എന്നാ ഉപ്പ് വെച്ചാൽ എവിടെയെങ്കിലും ഒക്കെ കൂടിപ്പോയതായിരിക്കും. കുഴപ്പമില്ല. നല്ല ഉപ്പ. മുളകിന്റെ ഉപ്പ. മുളകിന് നല്ല ഉപ്പുണ്ടായിരുന്നു. അന്നിപ്പോ ഇത് തന്നെ ഒന്ന് കഴിച്ചു നോക്കാം. മുളക് തന്നെ ഇല്ല, ഉപ്പില്ല. ഉപ്പ് കണക്കിനേ ഉള്ളൂ. എന്നാ ശരിയാ. മുളകിന് ഭയങ്കര ഉപ്പായിപ്പോയി. മുളകിന് നല്ല ഉപ്പുണ്ട്. കുഞ്ഞി ഉണ്ടാക്കിയ സലാഡ് കണ്ടോ? കോളിഫ്ലവർ ഒക്കെ വേവിച്ചിട്ട് കുരുമുളക് പൊടിയൊക്കെ ഇട്ട്
ഇതിപ്പോ ഒരു ചേട്ടാ തക്കാളി സബോള അതെ കോളിഫ്ലവർ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ വന്നായിരുന്നു. ഉം. ഞാൻ ചോദിച്ചു എന്നാ നീ എന്നാ സംഭവം എന്നാ ചെയ്യുന്നത്. അവരോട് പറഞ്ഞാൽ സമ്മതിക്കില്ല, അതുകൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കാം, അങ്ങോട്ട് പറയണ്ടെന്ന് പറഞ്ഞു. കൊറേ അരമണിക്കൂറായിട്ട് ഇവനെ കാണുന്നില്ലേ. ഉം. ഞങ്ങൾ ഓർത്ത് ഇവൻ എന്ത് ചെയ്യുന്ന അടുക്കളന്ന് പാത്രം കിളിങ്ങുന്ന വെച്ച മാത്രം കേൾക്കുന്നുണ്ട്. തോരനെടുത്തേ കോളിഫ്ലവർ ഒക്കെ വേവിച്ച് പിന്നെ തോരനൊക്കെ ഇത് ഞാൻ ഒരു പുതിയ കറി. ഇതെന്നാ സ്പെഷ്യൽ? ഇത് ചീരയും പരിപ്പും കൂടെ ചാറ് വെച്ചത് നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ചിട്ട് പാലക്ക് ചീര പാലക് ചീരയും പരിപ്പോ. പാലക്കും പരിപ്പും കൂടെ ചാറ്. കുഞ്ഞിയുടെ സലാഡ് കൊള്ളാം കേട്ടോ, അടിപൊളി. കുരുമുളക് പൊടിയുടെ ഒരു മറ്റേ സൂപ്പ് കുടിക്കുന്ന പോലെ ഉണ്ടല്ലേ. സൂപ്പർ. കുഞ്ഞി ഇച്ചിരി കൂട്ടി നോക്കി. കുഞ്ഞു വല്ല പാലക് ചീര സൂപ്പറാ കേട്ടോ. ചീരയും പരിപ്പൂടെ പാലക് ചീര അടിപൊളിയാ. ഇതാർക്ക് വേണം മാങ്ങ ചമ്മന്തി? എന്നാടാ എങ്ങനെയാടാ ഉച്ചക്ക് കൂട്ടി മടുത്തോ? ഉച്ചക്ക് മാങ്ങ ചമ്മന്തി തോരനുമായിരുന്നു. ഇച്ചിരി അധികമായോന്നൊരു സംശയം. ഒത്തിരി കറി വന്നു. സലാഡ്, മുളക്, മാങ്ങാച്ചമ്മന്തി, കാഴച്ചുണ്ടും തോരൻ, പാലക് ചീര, അതിന്റെ കൂടെ കാന്താരി, അതില്ലാതെ ഒരു പരിപാടി. പിന്നെ പാലക്ക് ചീര, അതിനിട ചക്ക, അതിനിടയ്ക്ക് രാവിലത്തെ ചക്ക ചൂടാക്കിയത്, വേറെ മുളക്. എന്തോ ആണ് ഇത്? ഇന്ന് ഇച്ചിരി കൂടുതലാ. ഇപ്പൊ നല്ല ഡെലീഷ്യസ് ഫുഡ് ആയിപ്പോ അല്ലേ? അല്ല കഞ്ഞി ലേശമല്ലേ കഴിക്കുന്നുള്ളൂ. ചക്കപ്പൂ ഇരുന്നോണ്ട് ചോറ് ശകലിച്ചേ എടുത്തുള്ളൂ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.